ഹായ്, ഗുഡ് മോർണിംഗ് എവ്രി വൺ. അപ്പോൾ ഇപ്പോൾ സമയം രാവിലെ 5:33 ആയിരിക്കുകയാണ്. ഞാനും എൻ്റെ അച്ഛനും കൂടിയിട്ട് നടക്കാൻ ഇറങ്ങുവാണ് രാവിലെ തന്നെ. ഷൂസൊക്കെ ഞാൻ ഹോസ്റ്റലിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇട്ട് റെഡിയായി, മുടിയൊക്കെ ചീകി ഒന്ന് കെട്ടി. രാവിലെ എണീച്ചതാണല്ലോ, കിടക്കയിൽ എണീച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മുടിയൊക്കെ ചീകി കെട്ടി ഇറങ്ങുവാണ്. രാവിലെ തന്നെ അമ്മയെ കണ്ടു. അമ്മ അടുക്കളയിൽ നിൽക്കുവാണ്. അമ്മയ്ക്ക് രാവിലെ ജോലിക്ക് പോകണം. അപ്പം അമ്മ ഇന്ന് രാവിലെ തന്നെ പുട്ടൊക്കെ റെഡിയാക്കാനുള്ള ശ്രമത്തിലാണ്. അങ്ങനെ പുട്ടൊക്കെ റെഡിയാക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അമ്മയ്ക്ക് ബൈയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. രാവിലെ നല്ല ഇരുട്ടായിരുന്നു. ഇരുട്ടത്ത് ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. അച്ഛൻ കൂടെ ഉണ്ടായിരുന്നു, അച്ഛനൊന്നും കാണാനുണ്ടായിരുന്നില്ല. പിന്നെ ബ്ലാക്കിയൊക്കെ ഉണ്ട്. ബ്ലാക്കി ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള പട്ടിയാണ്. ഇതാണോ പേരൊന്നും എനിക്കറിയില്ല. അച്ഛനിപ്പം മാങ്ങ നോക്കുന്ന രംഗമാണ് നിങ്ങൾ കണ്ടത്. വീടിൻ്റെ അടുത്ത് തന്നെ ഒരു മാവുണ്ട്, ആ മാവിൽ മാങ്ങയുണ്ട് നോക്കുകയാണ്. പിന്നെ ബ്ലാക്കി ഇതാ ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ബ്ലാക്കി അച്ഛൻ നന്നായിട്ടറിയാം. അച്ഛൻ രാവിലെ ഇങ്ങനെ നടക്കാൻ പോകും ഞാൻ ഇല്ലാത്തപ്പോഴൊക്കെ. അപ്പോഴൊക്കെ അച്ഛനെ കൂട്ടുപോകുന്ന ബ്ലാക്കിയാണ്. തിരിച്ചെന്നപ്പോൾ പിന്നെ അച്ഛൻ ഉണ്ടായിരുന്നില്ല, ഞാൻ ഒറ്റയ്ക്ക് പോയി. അപ്പോൾ ഇത് അടുത്ത ആളെ കണ്ടു. ആളുടെ നോട്ടം അത്ര ശരിയായിരുന്നില്ല. പിന്നെ കയ്യിൽ വടി ഉണ്ടായിരുന്നു, ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ബ്ലാക്കി ഇടയ്ക്ക് മിസ്സായിപ്പോയി. ഇതായിപ്പോൾ തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. വീണ്ടും ബ്ലാക്കിയെ പിടിച്ച് നടന്നു. നല്ല പൂവ് കണ്ടപ്പോൾ ഫിലിം ചെയ്യാൻ വേണ്ടി തോന്നി. ഇതാണ് മാവ്. നേരത്തെ നോക്കിയേ, ഇതൊക്കെ ബ്ലാക്കിയുടെ ഫ്രണ്ട്സാണ്. അച്ഛനവരെയൊക്കെ അറിയാം കേട്ടോ. അങ്ങനെ പക്ഷേ ബ്ലാക്കി മാത്രമാണ് എൻ്റെ കൂടെ നടക്കാൻ വരാറുള്ളത്. അങ്ങനെ നടന്ന് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഇടയ്ക്ക് വെച്ച് വീണ്ടും നമ്മൾ ബ്ലാക്കിയെ നഷ്ടപ്പെട്ടു പോയി, മിസ്സായി. ഇവിടെ ഇന്നലെ മഴ പെയ്തതിൻ്റെ ആണിത്. ജമ്പ് ചെയ്ത് അങ്ങനെ പോയി. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും ആളെ കാണാനില്ല, ബ്ലാക്കി കാണുന്നില്ല. ഈ റബ്ബർ തോട്ടം ഫുള്ളിങ്ങനെ എന്താ പറയുക, കാട് കയറി കിടക്കുവാണ്. ബ്ലാക്കി അങ്ങ് നിൽക്കുവാണ്. മിസ്സായി ഇപ്പോൾ ആൾ തിരിച്ച് പോവുകയാണ്. പിന്നെ നോക്കിയപ്പോൾ അമ്പിളി അമ്മാവൻ പോയിട്ടില്ല, അവിടെ തന്നെയുണ്ട്. പിന്നെ തിരിച്ച് വന്നു ബ്ലാക്കി. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ പോയപ്പോഴാണ് ഈ മരം കണ്ടത്. ഇത് ആർക്കെങ്കിലും അറിയാവോ? ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെ എടുത്തു വരണം. അങ്ങനെ നടന്ന് പോവാണ്. അപ്പോഴാണ് വിചാരിച്ചൊന്ന് ഓട്ട മത്സരം നടത്തിയാലോ ഒന്ന് ബ്ലാക്കിയായിട്ട്. ഞങ്ങൾ 2 പേര് ഓടാൻ തുടങ്ങി. ഓടാനത്തെ ബൈക്കാണ്, ഓടി തുടങ്ങി. അങ്ങനെ ഓടി ബ്ലാക്കി തന്നെ ജയിച്ചു. ഞാൻ ടയേർഡായി അപ്പോഴത്തേക്കും. പിന്നെ വിചാരിച്ച് നടക്കുന്നതായിരിക്കും നല്ലതെന്ന്. പിന്നെ ഞാൻ മെല്ലെ അങ്ങ് നടക്കാൻ തുടങ്ങി. ബ്ലാക്കി ഫ്രണ്ടിലെത്തിയങ്ങ്. അപ്പോഴേക്കും പിന്നെ ഞാൻ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ബസ് വന്നത്. ഞങ്ങളുടെ റൂട്ട് വഴി ഒരൊറ്റ ബസ് മാത്രമേ ഓടുന്നുള്ളൂ, രാവിലെ 6:30. ആ ബസ്സാണ് ഈ പോകുന്നത്. അങ്ങനെ ബസ് പോയി. ബ്ലാക്കി എൻ്റെ കൂടെ പോകുന്നുണ്ട്. ബ്ലാക്കിയുടെ അടുത്ത ഫ്രണ്ടാണ് ഈ നിൽക്കുന്നത്. ആളുടെ പേരൊന്നും എനിക്കറിയില്ല. എന്താ പറയുക, ഇതൊക്കെ തെരുവ് നായ്ക്കളാണ്. അങ്ങനെ അതിനെ കണ്ടു. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇത് കണ്ടത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്, ഈ ചെറുനെല്ലിക്ക എന്ന് പറയുന്നത്. അത് പറിച്ചു. വീടിൻ്റെ അടുത്തു നിന്നുള്ളതാണ്. അത് പറിച്ച് കഴിക്കുകയാണ് ഞാൻ. നല്ല ടേസ്റ്റാണ്. കുറച്ച് പുളിപ്പുണ്ടായിരുന്നു. അതിൻ്റെയാണ് ഈ എന്താ പറയുക ഫേസ് എക്സ്പ്രഷൻസ് നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ അതൊക്കെ കഴിച്ച്, അതിൻ്റെ കുരു നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ, അതൊക്കെ തുപ്പിക്കളഞ്ഞിട്ട് വീണ്ടും നടക്കുകയാണ്. നടന്ന് എൻ്റെ വീടെത്താറാവുന്നുണ്ട്. ഇതൊക്കെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളാണ്. അങ്ങനെ ബ്ലാക്കി ഉണ്ട്. ബ്ലാക്കി എൻ്റെ കൂടെ തന്നെ നടക്കുവാണ്. അവനെ ഭയങ്കര സ്നേഹമുള്ള പട്ടിയാണ്. ബ്ലാക്കി എന്നാണോ പേരെന്ന് എനിക്കറിയില്ല, ഞാൻ ബ്ലാക്കി എന്നാണ് വിളിക്കുക. അങ്ങനെ ബ്ലാക്കി എവിടെയോ ഞാൻ നിൽക്കുവാണ്. ഞാൻ നിന്നിട്ട് ഞാൻ വിളിച്ചിട്ട് വരുന്നില്ല, ആൾ അവിടെ തന്നെ നിന്നു. പിന്നെ തിരിച്ച് ഞാനിങ്ങനെ പോന്നു. അപ്പോൾ കുറച്ചിടം കഴിഞ്ഞപ്പോൾ വരുന്നു എൻ്റെ ബാക്ക്. അങ്ങനെ വന്നിട്ട് ഞാൻ വെച്ചൊരു ഫോട്ടോ എടുക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഫോട്ടോ എടുത്തു. ഇതാണ് ഞങ്ങളുടെ ഫോട്ടോസ്. അവൻ്റെ മുഖം അധികം കിട്ടുന്നില്ല. പിന്നെ ടാറ്റ ബൈ ബൈ പറഞ്ഞു ബ്ലാക്കിയോട് ഞാൻ വീട്ടിലേക്ക് കയറുവാണ്. വീട്ടിലേക്ക് കയറി, ഇതാണ് ഗേറ്റ്. കയറി അകത്തേക്ക് വന്നു. അകത്തേക്ക് വന്നപ്പോഴാണ് ഞങ്ങൾ വേറൊരു സംഭവം കണ്ടത്. ഇത് എന്താണെന്ന് മനസ്സിലായോ? പീക്കോക്ക്.